കിരൺ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. അദ്ദേഹം 12% വാർഷിക പലിശ നിരക്കിൽ 50,000 രൂപ അർദ്ധവാർഷിക കാലയളവിൽ സംയുക്തമായി നിക്ഷേപിച്ചു. ഒരു വർഷത്തിന് ശേഷം ലഭിക്കുന്ന തുക കാണുക. 12% പലിശ നിരക്ക്, 50,000 രൂപയാണ് നിക്ഷേപിക്കുന്നത്. ഇത് അർദ്ധവാർഷികമായിട്ടാണ്, അതായത് നമുക്ക് കൂട്ടുപലിശ ആണ് അതിൽ ഈ ചോദ്യത്തിൽ പറയണത്. അർദ്ധവാർഷികം പറഞ്ഞാൽ 6 മാസം കൂടുമ്പോൾ പലിശ മുതലിനോട് ചേർക്കുക. അപ്പോൾ അത് കൂട്ടുപലിശയാണ്. കാലയളവ് എത്രയാണ്? ഒരു വർഷമാണ്. കൂട്ടുപലിശ കാണുന്ന സൂത്രവാക്യം നമുക്ക് കൂട്ടുപലിശ കാണാനില്ല, കൂട്ടുപലിശയ്ക്ക് നിക്ഷേപിക്കുമ്പോൾ കിട്ടുന്ന തുക കാണാനുള്ള സൂത്രവാക്യം A = P × 1 + R/100 N. ഇതിൽ P നിക്ഷേപത്തുക, A കാലയളവിന് ശേഷം ബാങ്കിൽ നിന്ന് തിരിച്ചു കിട്ടുന്ന തുക, R പലിശ നിരക്ക്, N കാലയളവ് എത്ര വർഷം എന്നുള്ളത്. ഇതിൽ നമുക്ക് വില കൊടുക്കുമ്പോൾ ബാങ്കിൽ നിന്ന് കിട്ടുന്ന തുകയാണ് കാണേണ്ടത്. P നിക്ഷേപിക്കുന്ന തുക 50,000, 50,000 × 1 + പലിശ നിരക്ക് 12%. ഇത് അർദ്ധവാർഷികമായിട്ടാവുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പലിശയുടെ പകുതി എടുക്കാൻ പാടുള്ളൂ. അർദ്ധവാർഷികമാവുമ്പോൾ പലിശയുടെ പകുതി, ഇപ്പോൾ 12 പകുതി 6/100 N എന്ന് പറഞ്ഞാൽ ഒരു വർഷമാണ്. ഈ അർദ്ധവാർഷികമാകുമ്പോൾ നമ്മൾ എത്ര വർഷമാണോ അതിൻ്റെ ഇരട്ടി എടുക്കണം. അർദ്ധവാർഷികമാകുമ്പോൾ പലിശ പകുതി എടുക്കണം, വർഷം എത്രയാണോ ഇരട്ടി എടുക്കണം. കാരണം എന്താ വെച്ചാൽ അർദ്ധവാർഷികം പറയുമ്പോൾ 6 മാസം കൂടുമ്പോഴാണ്. ഒരു വർഷത്തിൽ എത്ര 6 മാസമുണ്ട്? 2 വീതം 6 മാസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് N പകരം നമ്മൾ 2 നൽകണം. 50,000 × ഈ 1 + 6/100 എന്താ ചെയ്യുക? 100, 100, 106/100. 1 × 100 ചെയ്യുക, 100 കൂട്ടണം 6, 106/100. ഇവിടെ 8 ആയിരുന്നെങ്കിലോ 108/100. ഇവിടെ 25 ആണെങ്കിൽ 125/100. അപ്പോൾ 1 + 6/100 106/100. അത് സ്ക്വയർ ഉണ്ട്, × 106/100. നമുക്കിവിടെ അംശത്തിൽ ഈ ഒരു 4 പൂജ്യവും ഛേദം മുഴുവൻ മൊത്തത്തിലായിട്ട് 100 × 100 വെട്ടി കളഞ്ഞു. ബാക്കി ഇനി 106 × 106 × 5. ആദ്യം നമുക്ക് 106 × 106 ഗുണിക്കാം. 6 36, 1 6. അടുത്തക്കം 0ആണ്, അതുകൊണ്ട് ഗുണിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ 1 കൊണ്ട് ഗുണിക്കുമ്പോൾ നമ്മൾ ഒരക്കം കൂടി ഇങ്ങോട്ട് തള്ളി എഴുതണം. അപ്പോൾ 1 കൊണ്ട് ഗുണിക്കുമ്പോൾ 106 എന്ന് വരും. 106 കൂട്ടുക 6, 3, 6 6 12, 1. നമുക്ക് എത്ര കിട്ടി? 11,236. ഇനി ഇതിനെ നമുക്ക് വീണ്ടും 5 കൊണ്ട് ഗുണിക്കണം. 5 6 30, ശിഷ്ടം 3, I 3 15, 3 18, ശിഷ്ടം 1 I 2 11, 11, ശിഷ്ടം 1 1 5 5 1 6, 1 5 5. നമുക്ക് കിട്ടിയ ഉത്തരം 56,180 രൂപയാണ് കിരണിന് ഒരു വർഷം കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് കിട്ടുന്ന തുക.